രാവിലെ തന്നെ പരാതികളാണല്ലോ. ആ സ്ത്രീ വന്ന് കേറിയപ്പോ തന്നെ എനിക്ക് തലവേദന ഉണ്ടാക്കിയോ? എന്ത് കാര്യത്തിനാ ത്രേസ്യ പാതിരാത്രിയില് നിങ്ങളുടെ റൂമിൽ വന്നത്? ഒരു കാര്യമില്ല മാം. ഉറങ്ങിക്കിടന്ന് ഞങ്ങളെ വിളിച്ചുണർത്തി റൂമിലെ റെയ്ഡ് നടത്താൻ വന്നതാ. റെയ്ഡോ? റെയ്ഡ് നടത്താൻ അവരാരാ മാഡം? പോലീസോ? അത് ശരിയല്ലല്ലോ. അത് ശരിയല്ല. പാതിരാത്രിയിൽ ഞങ്ങളുടെ മുറിയിൽ ഇടിച്ചു കയറി വന്ന് ബഹളം വെച്ചതേ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല മാം. മന്ദാകിനി ചേട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. മാം, അവരെ വിളിച്ചൊന്ന് വാർണിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ അവർ ഇനി ഇത് ആവർത്തിക്കും. ഞങ്ങളുടെ സ്വകാര്യതയിൽ ഇടപെടാൻ അവർക്കെന്താ കാര്യം? ഇതിന് പിന്നിൽ അലീനയും ഫ്രണ്ട്സും ആണെന്ന് മനസ്സിലാക്കാനേ കവടി നിരത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല മാം. അവര് തന്നെ അതിന്റെ പിന്നില്. ഇന്നലെ ഇടിയമ്മായി കയറി 5 സുന്ദരികളെ ഇടിച്ച് നിരത്തിയെന്ന് തോന്നുന്നുണ്ടല്ലോ. 3 റോസസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് എങ്ങനെ വിശ്വസിക്കും? അവരുടെ ആളാണല്ലോ ത്രേസ്യടുത്തി. ത്രേസ്യടുത്തി ഇനി ഇത് ആവർത്തിച്ച ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ഇനി ഇങ്ങനെ ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതിന്റെ പേരില് നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്താ നടന്നെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കിരൺ പൊയ്ക്കോളൂ. ശരി മാം. ഇടിയമ്മായി വന്നതോടെ 5 സുന്ദരികളുടെ മനസ്സമാധാനം തകർന്നു. അമ്പിളി, ആ ത്രേസ്യമ്മയ്ക്ക് ഇവിടെ പണി കൊടുത്തത് നമുക്ക് മെനക്കേടായല്ലോ. അവരൊരു പ്രത്യേക ടൈപ്പാ മാഡം. ഇതാണ് അവരുടെ കയ്യിലിരിപ്പെങ്കിൽ എനിക്കവരെ പറഞ്ഞു വിടേണ്ടി വരും. ഇവിടെ ചില പിള്ളേരെ കൊണ്ട് ഓരോ ദിവസവും സമാധാനക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനിടയില് ഇവിടുത്തെ ജോലിക്കാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഉടനെ പറഞ്ഞു വിടല്ലേ മാഡം. ഇവിടുത്തെ പണിയെല്ലാം പ്രശ്നത്തിലാവും. ഇവിടുത്തെ രീതികൾക്ക് യോജിച്ച ഒരാളെ കിട്ടുന്നത് വരെ ത്രേസ്യമ്മയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടരുത്. ത്രേസ്യടുത്തി പറഞ്ഞു വിടാൻ പോവാണോ മാഡം? നിന്റെയൊക്കെ കെയർ ഓഫിൽ വന്നതല്ലേ അവര്? ഇവിടെ വന്ന് കേറിയപ്പോ മുതല് വലിയ ഭരണമാണല്ലോ. ആ സ്ത്രീ അടുക്കള പണി ചെയ്താ മതി, ഹോസ്റ്റൽ ഭരിക്കണ്ട. അതിന് ഞാനിവിടെ ഉണ്ട്. വേണ്ടാത്ത പണിക്ക് പോയാ മന്ദാകിനിയെ പോലെ ത്രേസ്യ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോവും. നീ അവരോടൊന്ന് പറഞ്ഞേക്ക്. മാഡം, അവരെ ജോലിക്കെടുത്തിട്ട് പറഞ്ഞു വിടുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്താ പോരെ? അതെന്താ, അവര് മിനിസ്റ്ററുടെ കത്തുമായി വന്നതുകൊണ്ടാണോ? അതിന്റെ പേരില് എനിക്കവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ഹോസ്റ്റൽ നടത്തുന്നത് ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാ, ഒരു കുക്കിന് വേണ്ടിയല്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല മാം. അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ഇവിടുത്തെ രീതികൾക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ ആരായാലും പറഞ്ഞു വിടും. മാം, ഞാൻ ഉള്ളതങ്ങ് പറയാം. 1, ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യാൻ ത്രേസ്യടുത്തെ പോലെ ഒരു ജോലിക്കാരിയെ വേറെ കിട്ടില്ല. 2, ത്രേസ്യാമ്മ ഒരു പ്രത്യേക ടൈപ്പാ. അവരുടെ റിയൽ ക്യാരക്ടറെ മാമിന് അറിയില്ല. ഒരു കാരണവുമില്ലാതെ അവരെ ജോലിന്ന് പറഞ്ഞു വിട്ട മന്ദാകിനി ചേട്ടത്തി കൈയും വീശി ഇറങ്ങിപ്പോയതുപോലെ ത്രേസ്യാമ്മ പോവില്ല. പ്രശ്നം ഉണ്ടാക്കിയ മേഡം അവരെ പറഞ്ഞു വിടുക തന്നെ ചെയ്യും. അവരെന്ത് ചെയ്യാനാ? സമരം ചെയ്യൂ? അവര് സമരം ചെയ്യൊന്നുമില്ല. അവരെ മനഃപൂർവ്വം ഒഴിവാക്കിയ പിന്നെ മാമിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അവരുടെ ഹിസ്റ്ററി മാം അന്വേഷിച്ചായിരുന്നു. അന്വേഷിച്ചിട്ടില്ലെങ്കിലേ ഇനി അന്വേഷിക്കണം. എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. അവര് മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ഇറക്കി വിട്ടപ്പോഴേ അവിടുത്തെ ഗൃഹനാഥയെ വഴിയിൽ കാത്തു നിന്ന് തലക്കടിച്ച് പൊട്ടിച്ച് ICUലാക്കിയ സ്ത്രീയാ ത്രേസ്യമ്മ. അവര് വെറും ഒരു കുക്കല്ല മാം, ഒരു ഗുണ്ടയാ. മര്യാദക്കാണെങ്കിൽ എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ വഴിയെ പോയ പകർച്ചവ്യാധി എടുത്ത് മൂക്കി കയറ്റിയതുപോലെ ആവും മാമിന്റെ അവസ്ഥ. അതുകൊണ്ട് ആലോചിച്ചിട്ടേ ത്രേസ്യമ്മയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാവൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അണ്ണാ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ത്രേസ്യയോട് അടിപിടി ഉണ്ടാക്കിയ? അടിപിടിയൊക്കെ നടക്കും. ഇപ്പൊ അതല്ല പ്രശ്നം. റീനാമ്മ ത്രേസ്യമ്മയെ പറഞ്ഞു വിടും. അണ്ണനൊന്ന് ഇടപെടണം. റീനാമ്മ ത്രേസ്യമ്മയെ പറഞ്ഞു വിടാൻ മാത്രമായോ? എന്നാ ഹോസ്റ്റലിൽ ഞാൻ കത്തിക്കും.
അണ്ണ ഹോസ്റ്റലിൽ കത്തിച്ച പിന്നെ അവർക്ക് പണി എങ്ങനെയാ കൊടുക്കുക? അണ്ണ മണ്ണത്തരം പറയല്ലേ. എന്നിട്ട് ത്രേസ്യ അമ്മ പോയോ? അവരിത് അറിഞ്ഞതിന് ശേഷം പോകുന്നു പറഞ്ഞ് നിൽക്കുക. ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്നാ നീ അവരെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ടോ, ഞാൻ സംസാരിക്കാം. ആ ചേട്ടത്തി, അണ്ണൻ വിളിക്കുന്നു. വാ. എന്താ ത്രേസ്യ അമ്മ ഇത്? വാർഡൻ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണ്ടേ? നിങ്ങൾ പാർട്ടിയുടെ സമരത്തിനൊക്കെ ഇറങ്ങിയിരിക്കുന്ന ആളല്ലേ? സാറേ, ഞാൻ അവിടെ തുടർന്നാൽ ഞാനൊരു കൊലപാതകമായിട്ട് മാറും. വീണ്ടും ജയിലിൽ പോകേണ്ടി വരും. ശരി, ഇപ്പൊ എന്താ അവിടെ പ്രശ്നം? ഞാൻ ആ 5 സുന്ദരിമാരുടെ റൂമിൽ കയറി. അവളുമാരെന്തോ മാജിക്ക് കാണിച്ച് പിന്നിൽ നിന്ന് അടിച്ചെന്നെ താഴെ ഇട്ടു. സൂക്ഷിക്കണേന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാ. അവളുമാർ എന്നെ അടിച്ചിട്ടിട്ട് അവളുമാർ എനിക്കെതിരെ പരാതി കൊടുത്തു. ആ വാർഡൻ എന്നെ കുറേ ചീത്തയും പറഞ്ഞു. എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ആ വാർഡനെ അടിച്ച് താഴെ ഇട്ടെന്നെ. വാർഡനുമായിട്ട് പ്രശ്നം ഉണ്ടായ ത്രേസി അടുത്തേക്ക് പിന്നെ അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവരെ അവിടെ കയറ്റിയതിന്റെ ഉദ്ദേശവും നടക്കാതെ പോകും. ഇതിലൊക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനെന്ന്? രുദ്രൻ സാർ റീന മാഡത്തിനെ വിളിച്ചൊന്ന് വിരട്ടണം. ആ സ്ത്രീ ഒരു പ്രത്യേക ടൈപ്പാണ്. അണ്ണാ, ഞാനൊന്ന് വിരട്ടി നിർത്തിയിട്ടുണ്ട്. ബാക്കി മന്ത്രിതലത്തിൽ അണ്ണനൊന്ന് ഇടപെട്ട് ഒന്ന് വിരട്ടി വിടണം. മന്ത്രിയുടെ എഴുത്തും കൊണ്ടല്ലേ ചേട്ടത്തി അവിടെ ജോലിക്ക് കയറിയത്. ആ ലെറ്റർ വെച്ചൊരു കളി കളിക്കണ്ണ. ആ ലെറ്റർ മന്ത്രി പോലും അറിയാതെ തട്ടിക്കൂട്ടിയതാണല്ലോ. അത് വെച്ച് ഇനി എന്ത് കളിക്കാനാ? പ്രശ്നമായല്ലോ. മന്ത്രിയെ കൊണ്ട് വിളിപ്പിച്ച് ആ വാർഡനെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. എന്നാലേ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം അവരെന്നെ അവിടുന്ന് പുറത്താക്കും. അല്ലെങ്കിൽ ഞാൻ അവർക്കിട്ട് 2 എണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ പുറത്തു പോകും. അണ്ണാ, നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ ത്രേസി അടുത്ത് അവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ. ആരവന് പിടികൂടുന്നത് വരെ ത്രേസി അടുത്ത് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്തണം.